ഹായ് ഹായ് നമുക്ക് ഇന്നൊരു ഉച്ചയൂണാണ് കണ്ടാലോ. ഉച്ചയൂണെന്ന് പറയാൻ പറ്റില്ല, ഇപ്പോൾ 12:30 കഴിഞ്ഞു. ഇപ്പോഴാണ് മീൻ കൊണ്ടുവന്ന് വിളിച്ചാനേ. അപ്പം ഞാനത് എടുത്ത് വെട്ടുന്നേ ഉള്ളൂ. അപ്പോൾ ഡ്രൈവിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ലേറ്റായിപ്പോയി കേട്ടോ. അപ്പം നമുക്കൊരു പയർ തോരൻ വെക്കാനും അരിഞ്ഞു വെച്ചു, പിന്നെ മീൻ കറിക്കുള്ളതും അരിഞ്ഞു, പിന്നെ കപ്പ വേവിക്കുന്നുണ്ട്, അതിനാണ് അരച്ച് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ മീൻ കറി ഇന്ന് മുളകിട്ടാണ് വെക്കുന്നത്, കാരണം തേങ്ങ അരച്ച് വെക്കാനുള്ള സമയമൊന്നുമില്ല, അതുകൊണ്ട് മുളക് കറി കേട്ടോ. കപ്പയ്ക്ക് നല്ലത് മുളക് കറിയല്ലേ, അതുകൊണ്ട് കൂടെയാണ്. അപ്പോൾ പയറെല്ലാം കൂടെ അരിഞ്ഞു വെച്ചതെല്ലാം കൂടെ പെട്ടെന്ന് തന്നെ കടുക് പൊട്ടിച്ച് ഇട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം ഇട്ട് അത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് മൂടി വെക്കാവേ. അപ്പോൾ അത് അവിടെ ഇരുന്ന് പതുക്കെ ആയിക്കോളുമല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. അപ്പോൾ പിന്നെ മീനിൻ്റെ പരിപാടി നോക്കാം. മീൻ കഴുകി വൃത്തിയാക്കി കറി വെക്കാനുള്ളത് എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ വറുക്കാനുള്ളത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഇവിടെ ഉള്ളിയൊക്കെ മൂത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടി ഇട്ട് വഴറ്റിയതാണ്. പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് പച്ചമണമൊക്കെ മാറുന്ന വരെ വഴറ്റിയെടുക്കാം കേട്ടോ. നന്നായിട്ട് വഴണ്ട് വന്നു കഴിഞ്ഞ് ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത്, പിന്നെ നമുക്കിതിനകത്തിൻ്റെ പുളിയുടെ കാര്യം അത് മറന്നാലേ, പുളിയും കൂടെ ചേർത്ത് പിന്നെ കുറച്ച് ഉപ്പും ഇട്ട് നമുക്കത് നന്നായിട്ട് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അത് നല്ല തിള വന്നു കഴിയുമ്പോഴത്തേക്കും മീനിട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ ഇപ്പോൾ ഏകദേശം പയറൊക്കെ പാകമായി. അപ്പോഴത്തേക്കും മീൻ വറുക്കാൻ വേണ്ടി വെക്കുവാണ്. എണ്ണയൊഴിച്ച് കറിവേപ്പിലേക്ക് ഇട്ട് മീൻ കൂടെ വറുക്കാൻ വേണ്ടി വെച്ചു. അതും ഒരു വഴിക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഇപ്പറേ നന്നായിട്ട് തിളച്ചു. അപ്പം നമുക്ക് മീനിട്ട് കൊടുക്കാം. മീൻ വന്നിട്ട് വറ്റമീനാണ് കേട്ടോ. അപ്പം മീനെല്ലാം കൂടെ നമുക്ക് ചറപറ പെറുക്കിയിട്ട് കൊടുക്കാം. അപ്പം ഇതായിട്ട് ഇനി എപ്പോൾ കഴിക്കാനാണെന്നൊന്നും എനിക്കറിയില്ല, 2 മണി കഴിയുമായിരിക്കും. എന്നാലും സാരമില്ല, പെട്ടെന്നാക്കുവാണേ. അപ്പോൾ കപ്പയും ആയി. കപ്പയിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്, പിന്നെ അവസാനം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക എന്നുള്ളൊരു പരിപാടി ഉണ്ടല്ലോ, അതും കൂടെ കുറച്ച് ഒഴിച്ച് കൊടുത്ത് ഏകദേശം അത് പാകമായി. ഇനി അത് ഉടച്ചെടുക്കുക എന്നുള്ളൊരു പരിപാടി കൂടി ഉള്ളൂ കേട്ടോ. അപ്പോഴത്തേക്കും അത് ഉടച്ചെടുക്കാൻ വേണ്ടി ഞാൻ സ്റ്റൗ എല്ലാം ഓഫ് ചെയ്തു. എന്നിട്ട് താഴെ കുത്തിയിരുന്ന് ഉടയ്ക്കുക കേട്ടോ. ഇത് ഉടച്ച് നല്ല പുട്ടുപോലൊക്കെ ഇരിക്കണം. പിന്നെ നമ്മുടെ ഉച്ചയൂണപ്പോഴത്തേക്ക് എല്ലാം റെഡിയായി. മീൻ കറിയുണ്ട്, തോരനുണ്ട്, ചോറുണ്ട്, കപ്പയുണ്ട്, മീൻ വറുത്തതുണ്ട്. ഇത്രേ ഉള്ളൂ കേട്ടോ. പച്ചമോരുണ്ടായിരുന്നു, അത് വേണ്ടാന്ന് പറഞ്ഞു, അതുകൊണ്ട് എടുത്തില്ല. അപ്പം ഇത്രയാണ് കേട്ടോ നമ്മുടെ ഉച്ചയൂണ്. അപ്പം ഞാനും കഴിക്കാൻ വേണ്ടിയിരുന്ന കുറച്ച് ചോറും കുറച്ച് കപ്പയൊക്കെ എടുത്ത്, പിന്നെ അതിലേക്ക് നമ്മുടെ മുളകിട്ട് വെച്ച വറ്റമീനും കൂടി എടുക്കുക കേട്ടോ. അപ്പോൾ ആ കപ്പയും ആ മുളകിട്ട മീനും കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ. അതും എടുത്ത് പിന്നെ കുറച്ച് തോരനും കൂടെ എടുക്കാം കേട്ടോ. നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് നമ്മൾ തന്നെ കഴിക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക സുഖമല്ലേ. ആഹാ, നമ്മൾ എത്ര ബുദ്ധിമുട്ടി ഉണ്ടാക്കി കൊടുത്താലും നമ്മുടെ പ്രിയപ്പെട്ടവരത് കഴിക്കുന്ന കാണുമ്പോഴും നമുക്കതൊരു സന്തോഷമാണ്. അത് നമ്മൾ കഴിക്കുമ്പോഴും നമുക്കൊരു സന്തോഷമാണ് കേട്ടോ. അത് ഒരു വല്ലാത്തൊരു ഫീലാണ്. അപ്പം ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ഇന്നത്തേക്കല്ല, ഇപ്പോഴത്തേക്ക് ഇത്രേ ഉള്ളൂ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും ഓക്കെ, ബൈ ബൈ, സി യു. അപ്പോൾ പൊക്കോട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. ബൈ.